മുസ്ലിമീങ്ങളിൽ എല്ലാ സംഘടനകളും ഗൗരവമായി ആലോചിക്കേണ്ട ഒന്നാണ്. മുജാഹിദുകൾ ഇത് ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ട്. അയാൾ തെളിയിച്ചു നിങ്ങൾക്ക്. ഈ ആയത്തിനെ ഇവിടുത്തെ മുസ്ലിം സംഘടനകളിൽ മുജാഹിദുകളല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ ഒരു അവഗണിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അവഗണിച്ചു എന്ന് ഞങ്ങൾ വെറുതെ പറയല്ല, ഞങ്ങൾ നിങ്ങൾക്ക് തെളിവ് സഹിതം പറഞ്ഞുതരും. നമ്മൾ ഹുബ്ബുർ റസൂൽ അവതരിപ്പിക്കാൻ എന്ത് പ്രമാണത്തെയാണ് മുജാഹിദ് പ്രസ്ഥാനം അവലംബിക്കുന്നത്? ഹുബ്ബുർ റസൂൽ എന്ന വിഷയത്തിൽ മുജാഹിദുകൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ എന്റെ കയ്യിൽ രേഖയുണ്ട്. നബീനെ സ്നേഹിക്കരുത് എന്ന് പറയുന്നവരൊക്കെ പഠിച്ചവരാണ് എന്ന് പറയും. നബീനെ സ്നേഹിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു മുജാഹിദ് പറഞ്ഞതായി എന്റെ ഈ 38 വയസ്സിനിടയിൽ എനിക്ക് ഓർമ്മയില്ല. റസൂലിനെ സ്നേഹിക്കുന്ന പോലെ വേറൊരാളെയും സ്നേഹിക്കരുത് എന്നാ ഞങ്ങളെ വാദം. നിങ്ങളെ വാദോ റസൂലിന്റെ ഒരു വാചകം ഒരു ഭാഗത്ത് കണ്ട് അത് സ്വീകരിക്കരുത്, ബാപ്പ ചെയ്തോ. എന്നിട്ടും നിങ്ങൾ പറയുന്നത് ഞങ്ങൾ നബീനെ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം. അതിന് ആദ്യമായി നമ്മൾ ചില പ്രമാണങ്ങൾ അവലംബിക്കുകയാണ്. മുജാഹിദുകളെ പ്രമാണം പറഞ്ഞാല് ദുർവ്യാഖ്യാനാണ് എന്നാണ് കേരളത്തിലെ പല മുസ്ലിം സംഘടനകളും പറയുന്നത്. ഞങ്ങള് പറഞ്ഞാല് അത് ദുർവ്യാഖ്യാനാണ്. ദുർവ്യാഖ്യാനൊന്നുമില്ല. നിങ്ങളെ ഉസ്താദുമാര് പറഞ്ഞ് നിങ്ങൾ കേൾക്കുവോ? അതെങ്കിലും നിങ്ങൾ കേൾക്കുവോ? നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് ഞാൻ പിന്നീട് തെളിയിച്ചു തരും. പക്ഷേ വളരെ മൗലികമായി നമ്മൾ ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അതെന്താന്ന് ചോദിച്ചാല് ദീനുൽ ഇസ്ലാം അത് എന്ന് പൂർത്തിയായി? എന്നാ അത് പൂർത്തിയായത്? ഈ ദീനുൽ ഇസ്ലാം എന്നെ പൂർത്തിയായത്? പൂർത്തിയാകാതെ. അതായത് ദീനുൽ ഇസ്ലാം ഇനിയും കുറച്ച് ആളുകളോട് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? 10 കൊല്ലം മുമ്പ് ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കി. മലപ്പുറത്ത് ഒരു പുതിയ സലാത്ത്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച AP സുന്നിക്ക് പരിചയമല്ല, EK സുന്നിക്ക് പരിചയമല്ല, കേരളത്തിൽ ആർക്കും പരിചയമല്ല. ഉണ്ടോ? ഇല്ല. 10 കൊല്ലം മുമ്പ് ഒരു ഷെഹറെ മുബാറക് മസ്ജിദിന് തറക്കല്ലുണ്ടോ? ഇല്ല. ഇതെല്ലാം എന്താണ്? ഇതൊക്കെ പുതിയതാണ്. ഏത് പുതിയത്, ഏത് പഴയത്, ഏത് ദീന്, ഏത് ദീനല്ല എങ്ങനെ മനസ്സിലാവും? ഞാൻ ഇത് കണ്ടോള്. ഇത് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട്. ഇത് ഈ പ്രസംഗത്തിന് രണ്ടാമതൊരു പ്രത്യേകത, മുജാഹിദുകളുടെ ഒരു കൃതിയിൽ നിന്നും ഒരു വാചകവും ഉദ്ധരിക്കില്ല. ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്ന മുഴുവനും AP EK സുന്നികളിൽ നിന്ന്, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന്, തബ്ലീഗിൽ നിന്ന്, അതുപോലെ പാളയം ഇമാമുകളിൽ നിന്ന്, ഇങ്ങനെ മുജാഹിദ് അല്ലാത്തവരുടെ തെളിവുദ്ധരിച്ചുകൊണ്ട് മുജാഹിദുകൾ പറയുന്നതാണ് ശരി എന്ന് സ്ഥാപിക്കാൻ. എങ്ങനെ? സുന്നികൾ പോലും ഞങ്ങൾ പറയുന്നതാണ് പറയുന്നത്. ഞങ്ങൾ സുന്നികളിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു. എന്തിന്? ഞങ്ങൾ എന്തു പറയുന്നുവോ അത് സ്വീകരിക്കാൻ. അതിന് KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് ഇന്നും സുന്നികളുടെ പരിഭാഷകളിൽ വിൽക്കുകയും പൈസ വാങ്ങുകയും പള്ളികളിൽ കൊണ്ടുപോയി വെക്കുകയും ആധികാരികമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിന്റെ മായിദ, ആ മായിദയിൽ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. എന്താ അത്? കേൾക്കണം. ഇതെങ്കിലും നിങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ വിട്ടോ. 921 ശേഷം വന്നോന്നോ 56 ശേഷം വന്നോന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ ഉസ്താദുമാർ എഴുതിയതെങ്കിലും അനുസരിക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടാവണ്ടേ? വേണ്ടേ? ഒന്ന് കേട്ടെ. അൽ യൗമ. അൽ യൗമ എന്താണ്? അൽ യൗമ ഇന്നേ ദിവസം. ഏതാണ് ഇന്നേ? അൽ യൗമ എന്ന ഒരു പെർട്ടിക്കുലർ ഡേ, ഒരു പ്രത്യേക ദിവസം. അതേതാ? അത് മനസ്സിലാക്കുക എങ്ങനെ? ഈ ആയത്തിറങ്ങിയത് ഒരു പെർട്ടിക്കുലർ ഡേ ആണ് എന്ന് ആര് മനസ്സിലാക്കൂ? ഈ ആയത്ത് മനസ്സിലാക്കി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ് അത് ദുൽഹജ്ജ് 9 ആണ്. ഇത് ആരോടാ പറഞ്ഞത്? ഒരു ജൂതനോട്. ജൂതൻ പറയാട്ടോ, അത് കേട്ടോളിട്ടോ, വലിയൊരു പോയിന്റാ. ഒരു ജൂതൻ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾ വല്ലാത്ത മനുഷ്യന്മാരാ, നിങ്ങളൊരു കാര്യം ഞങ്ങൾ ആയോക്കേണ്ടിയിരുന്നു. അലിയൗമ അക്മൽതു ലക്കും എന്നുള്ള ആയത്തിറങ്ങിയ അന്ന് ഞങ്ങൾ കൊടിയും തോരണവും ഒക്കെ വെച്ച് വലിയൊരു ആഘോഷം ഞങ്ങൾ ആക്കുമായിരുന്നു. ദീന് പൂർത്തിയായി എന്ന് പറഞ്ഞ ദിവസം ഉണ്ടല്ലോ, ആ ദിവസം ഞങ്ങൾ ഒരു വലിയ ആഘോഷാക്കി, ഉത്സവാക്കി ഞങ്ങൾ മാറ്റിയായിരുന്നു. ജൂതന്മാരെ സംഭവാട്ടോ എന്തു ഉത്സവാക്കി മാറ്റൽ ജൂത പാരമ്പര്യമാണ്. അത് ഞാൻ തെളിയിച്ചു തരും നിങ്ങൾക്ക് തെളിവ് സഹിതം. എന്റെ അടുത്ത് നിന്നല്ല, ഞാൻ മുജാഹിദുകളല്ലാത്ത മറ്റ് പ്രസ്ഥാനങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞ രേഖയിൽ ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തോട് ജൂതൻ ചോദിച്ചു, എന്ത്? അല്ല, ദീന് പൂർത്തിയായി നല്ല പ്രഖ്യാപിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ അതൊരു വലിയ ഉത്സവമായിരുന്നു.
എല്ലാ വർഷവും ദീനിന്റെ പൂർത്തീകരണ ദിവസം ദുൽഹജ്ജ് 9 ഒരു മഹാ ആഘോഷമാക്കി ഞങ്ങൾ മാറ്റിയിരുന്നു. ആര്? ജൂതം പറയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദിവസം അതൊരു വെള്ളിയാഴ്ചയായിരുന്നു, ദുൽഹജ്ജ് 9 ആയിരുന്നു. അന്ന് ഞങ്ങൾ അറഫയിലായിരുന്നു. ഞങ്ങൾക്കത് ഹജ്ജിന്റെ ഭാഗമായിരുന്നു. ഞങ്ങൾ ഹജ്ജ് എന്ന മഹനീയമായ ഒരു ആരാധനയിലായിരുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ പോയിന്റ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ അൽ യൗമ എന്നത് ഒരു പർട്ടിക്കുലർ ഡേ, ഒരു പ്രത്യേക ദിവസം, അത് ദുൽഹജ്ജ് 9 അന്ന് ദീന് പൂർത്തിയായി എന്ന് മുജാഹിദ് അല്ല പറയുന്നത്, ജമാഅത്ത് അല്ല പറയുന്നത്. പിന്നെയോ ഇവിടെ അല്ലാഹ് പറയാണ് അൽ യൗമ, ഇന്നേ ദിവസം നബിയെ ദീന് പൂർത്തിയാക്കിയിരിക്കുന്നു. മാത്രമല്ല ഈ ആയത്ത് ശരിക്കും ശ്രദ്ധിച്ചേ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഞാനതിൽ നിന്ന് വായിച്ചുതരാം സുന്നി പരിഭാഷയിൽ. നിങ്ങൾക്ക് ഞാൻ ഇന്നേ ദിവസം നിങ്ങളുടെ മതം പൂർണ്ണമാക്കി തരികയും എന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തരികയും. എന്താ ഇവിടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? പ്രവാചകത്വം കൊണ്ടും ഖുർആൻ കൊണ്ടുമുള്ള അനുഗ്രഹം. അതിവിടെ പൂർത്തിയായി. ഹിദായത്ത് വിശദീകരിക്കുന്ന ഖുർആൻ ഇവിടെ പൂർണ്ണമാകുന്നു, ഇസ്ലാം ഇവിടെ പൂർണ്ണമാകുന്നു. മുഹമ്മദ് നബി എന്ന പ്രവാചകത്വ പരിസമാപ്തി കുറിക്കുകയാണ്. ഇനി ഒരു നബി വരാനില്ല. അങ്ങനെയുള്ള അനുഗ്രഹം പൂർണ്ണമായി. ഇവിടെ അള്ളാഹ് പ്രയോഗിച്ച പ്രയോഗം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇന്ന് പൂർത്തിയാക്കി, എന്റെ അനുഗ്രഹം പൂർത്തിയാക്കി. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവല്ല, ദീൻ, ദീനാകുന്ന അനുഗ്രഹം. ഇവിടെ അള്ളാഹ് അതാ ഉദ്ദേശിച്ചത്. അല്ലാതെ നബി വിമാനത്തിൽ പോയിട്ടില്ലല്ലോ, ഇല്ല. ഹെലികോപ്റ്ററിൽ പോയിട്ടുണ്ടോ? ഇല്ല. മുങ്ങിക്കപ്പലിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ അനുഗ്രഹ, സഹാബികൾക്ക് കിട്ടാത്ത അനുഗ്രഹം അല്ലെ. മൊബൈൽ അനുഗ്രഹവുമാണ് അല്ലെ, അത് അനുഗ്രഹമാണ്, അത് പരീക്ഷണമാണ്, ഷർറാണ് അല്ലെ. ഇങ്ങനെയുള്ള ആധുനിക അനുഗ്രഹങ്ങളൊക്കെ അല്ലെ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ അനുഗ്രഹം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഖുർആൻ ഒരു വ്യാഖ്യാനം, 2 പ്രവാചകൻ, 3 ദീനുൽ ഇസ്ലാം. ഇതെല്ലാം ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്ലാഹ് പറയാണെന്ത്? ഞാൻ നിങ്ങൾക്ക് മതം എന്ന നിലയിൽ എന്തൊക്കെ ആചരിക്കണം അതിവിടെ പൂർത്തിയാക്കി തരികയാണ്. എന്തൊക്കെ വിശ്വസിക്കണം അതിവിടെ പൂർത്തിയാക്കാൻ. ആ ഡ്യൂട്ടി നിങ്ങൾ ആരെയും ഏൽപ്പിക്കുന്നില്ല. അടിവരയിടണം. ആ ഡ്യൂട്ടി ഒരു മണ്ഡലം പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ഖമറുൽ ഉലമയെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു താജുൽ ഉലമയെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ശൈഖുൽ ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ഇബ്നു തൈമിയെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ഇബ്നു ഖയ്യിം ജൗസിയെ ഏൽപ്പിച്ചിട്ടില്ല, ഇല്ല. ഒരു മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ഏൽപ്പിച്ചിട്ടില്ല, കെ മൗലവിനെ ഏൽപ്പിച്ചിട്ടില്ല, മൗദൂദിനെ ഏൽപ്പിച്ചിട്ടില്ല, ആരെയും ഏൽപ്പിച്ചിട്ടില്ല, മുഹമ്മദ് നബിയെ പോലും ഏൽപ്പിച്ചിട്ടില്ല. ഇല്ല. ദാറ്റ്സ് ഓൾ. അതാണ് ഏൽപ്പിച്ചിട്ടില്ല. അത് അല്ലാഹ് ഏറ്റെടുത്തു. ആ അല്ലാഹ് പറയാണെന്ത്? ഈ പർട്ടിക്കുലർ ഡേ, ഈ ദുൽഹജ്ജ് 9 നിങ്ങളുടെ ദീനിത ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്റെ അനുഗ്രഹം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി എന്തെങ്കിലും ഒന്ന്, ഒരു ചെറിയ കാര്യം മതമായി ഇനി പഠിപ്പിക്കേണ്ടതില്ല, വിശദീകരിക്കേണ്ടതില്ല, പറയേണ്ടതില്ല. കേട്ടോളൂ, തീർന്നില്ല. KV മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷ എന്നാട്ടോ വായിച്ചത്, മുജാഹിദുകളുടെ പരിഭാഷ എന്നല്ല. ഓർക്കണം, മറക്കരുത്. തീർന്നില്ല. ഇനി ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തു. ഇപ്പൊ നിലവിൽ ഞാൻ പൂർത്തീകരിച്ച മതം ഉണ്ടല്ലോ, അതന്നെ ഞാൻ തൃപ്തിപ്പെട്ട്. ശ്രദ്ധിച്ചോ, അടിവരയിട്ടോ, പരലോകം നഷ്ടപ്പെടുത്തരുത്. EKAP സുന്നിയാണെന്ന് പറഞ്ഞ പടച്ചോനങ്ങ് ആക്കാനേ. പടച്ചോൻ ഇന്ന് ആട് ഭരിക്കുന്ന ഭരണാധികാരിയൊന്നല്ല കേട്ടോ. പൈസ എടുത്ത് തള്ളിക്കൊടുത്താ അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കാൻ. അതുകൊണ്ട് കുറച്ച് ഗൗരവമായി തന്നെയാണ് പറയുന്നത്, വളരെ ഗൗരവമായി. ഇതിൽ തമാശ പറയാൻ വന്നതല്ല ഞാൻ. ദീന് തമാശയല്ല. ഞാൻ അറിഞ്ഞിരുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുകയും കുറച്ച് ചിരിക്കുകയും ചെയ്യുന്നു. റസൂല് കള്ളം പറയില്ല. അതുകൊണ്ട് അതിനെ തമാശയായി കാണാൻ മുജാഹിദുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് ചിരിക്കാൻ ഇവിടെ ഒന്നും നിങ്ങളോട് പറയണില്ല. കരയാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആവശ്യമുണ്ടോ പരലോകോ? നാട് കരഞ്ഞാളാ കേട്ടോ. ഇനി ഇവിടെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്ന ഇതിനെ. അപ്പൊ റസൂൽ അല്ലാഹ് പറയണെന്ത്? ഇന്ന് വിശ്വാസമായതെന്തോ, ഇന്ന് തൗഹീദ് എന്ന് ഞാൻ പഠിപ്പിച്ചതെന്തോ അത് ഞാൻ തൃപ്തിപ്പെട്ടതാ. ഇന്ന് ഞാൻ എന്തൊക്കെ ശിർക്ക് എന്ന് പറഞ്ഞോ അതൊക്കെ ശിർക്കാണ്. ഇന്ന് ഞാൻ എന്തൊക്കെ ഹലാലാക്കിയോ അതൊക്കെ ഹലാലാണ്. ഇന്ന് ഞാൻ എന്തൊക്കെ നിങ്ങൾക്ക് ഹറാമാക്കിയോ അതൊക്കെ ഹറാമാണ്. വഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ എന്ന് നിങ്ങൾ പറയണ്ട. അതിന് നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. മതം ഉണ്ടാക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീൻ. അതെ, അല്ലാഹ് മതമായി നിശ്ചയിക്കാത്ത ഒന്നിനെ
മതമായി നിശ്ചയിക്കാൻ ആർക്കെങ്കിലും വല്ല ഡ്യൂട്ടിയും അല്ല കൊടുത്തിട്ടുണ്ടോ? അല്ല ആർക്കും കൊടുത്തിട്ടില്ല. 42-ാം അധ്യായം 21-ാമത്തെ വചനം. ഇന്നത് മതമാണ്, ഇന്ന ദിക്ർ മതമാണ്, ഇന്ന സ്വലാത്ത് മതമാണ്, ഇന്ന നബിദിനം മതമാണ്, അതിൽ ഇന്നത് മതമാണ് എന്ന് പറയാൻ അള്ളാഹു ഒരാൾക്കും അവകാശം കൊടുത്തിട്ടില്ല. ഇനി KV മുഹമ്മദ് മുസ്ലിയാർ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന വ്യാഖ്യാന കുറിപ്പ് 2-ാം വോള്യം, KVയുടെ പരിഭാഷ 5 വോള്യങ്ങളാണ്. 2-ാം വോള്യം 23-ാമത്തെ പേജ്, അദ്ദേഹത്തിന്റെ കുറിപ്പ് 4, അതിൽ പറയാണ്, ദീൻ പൂർത്തിയാക്കി എന്ന് വെച്ചാൽ അടിവരട്ടോ. ഞങ്ങൾ ഇതാ പറയുന്നത്. KV മുഹമ്മദ് മുസ്ലിയാർ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഞങ്ങളും പറയുന്നു. ഞങ്ങൾ പുതുതായി ഒന്നും പറയുന്നില്ല. എന്ത്? ദീൻ പൂർത്തിയാക്കി എന്ന് വെച്ചാൽ ദീനിൽ വിശ്വസിക്കേണ്ടതും ദീനിൽ ആചരിക്കേണ്ടതും എന്തൊക്കെയാണോ, ഓരോ പദപ്രയോഗവും ശ്രദ്ധിക്കണം, എന്തൊക്കെയാണോ അതെല്ലാം, എങ്ങനെ ദീനിൽ എന്തൊക്കെ വിശ്വസിക്കണം, എല്ലാം, എന്തൊക്കെ ആചരിക്കണം, എല്ലാം പൂർത്തിയാക്കി തന്നു കഴിഞ്ഞു എന്നാണ്. അതെല്ലാം അറിയിച്ചു തന്നു കഴിഞ്ഞു എന്നാണ്. ഇനി ഇന്നൊരാചാരവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാൻ ഇല്ല. ഇന്നൊരു വിശ്വാസവും കൂടി ഒന്ന് ആഡ് ചെയ്യേണ്ടിയിരുന്നു, ഇല്ല. എല്ലാം ഇവിടെ പൂർണ്ണമാണ്, തീർന്നില്ല. എപ്പോൾ ഇന്നലെയാ മതം പൂർത്തിയാക്കപ്പെട്ടു എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. KV മുഹമ്മദ് മുസ്ലിയാർ വീണ്ടും പറയുന്നത് കേൾക്കുക. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രൂപം ഇസ്ലാമിന്റെ പൂർണ്ണ രൂപമാണ് എന്നത്രേ. അപ്പൊ ഇപ്പോൾ വന്നിട്ടുള്ള ഈ രൂപം എന്തൊക്കെയാണോ ആചരിക്കേണ്ടത് അതെല്ലാം അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രൂപം ഇസ്ലാമിന്റെ പൂർണ്ണ രൂപമാണ് എന്നത്രേ. കേട്ടോ, എങ്ങനെ പൂർണ്ണ രൂപം. ഇനി അതിലേക്കൊന്ന് ആരും ഈ ദിക്റും കൂടി, ഈ ദ്വയം കൂടി, ഈ ഖുതുബിയത്തും കൂടി, ഈ മൊയ്തീമാലയും കൂടി, ഈ മങ്കൂസും കൂടി വേണ്ട, തീർന്നില്ല. അടുത്തത് കേട്ടോളി. അതിനാൽ, അതാ KV പറയുന്നത്, ഞങ്ങളും പറയുന്ന അതാ. അതിനാൽ ഇനി മേലിൽ, എങ്ങനെ ഈ ദുൽഹജ്ജ് 9-ന് ശേഷം 10 കൊല്ലം മുമ്പല്ല, 25 കൊല്ലം മുമ്പല്ല, 6 നൂറ്റാണ്ട് മുമ്പല്ല, 6-ാം നൂറ്റാണ്ടിന് ശേഷമല്ല, 5-ാം നൂറ്റാണ്ടിന് ശേഷമല്ല, ഇനി മേലിൽ കേട്ടോ യാതൊരു കാരണവശാലും യാതൊരു കാരണങ്ങൾ പറയരുത്. അതിൽ ഇതും കൂടി പെടുത്താം, ഇതും കൂടി ഉണ്ട്, അല്ല ഇങ്ങനെ ഒന്നും കൂടി ഉണ്ട് എന്ന് പറയാൻ യാതൊരു കാരണവശാലും അതിൽ യാതൊരു മാറ്റവും വരുത്തരുത്. സമ്മതിച്ചോ? ഞങ്ങൾ ഈ പോയിന്റിൽ ഉറച്ചു നിൽക്കുന്നു. ഏതിലെ? ദുൽഹജ്ജ് 9-ന് പൂർത്തീകരിച്ച ദീനിലില്ലാത്ത ഒരു ബിദ്അത്ത് മുജാഹിദുകൾ ചെയ്യുന്നു എന്ന് തെളിയിച്ചാൽ ഞങ്ങൾ പ്രസ്ഥാനം പിരിച്ചു. വാക്കുകൾ ശ്രദ്ധിക്കണം. ഈ ദുൽഹജ്ജ് 9-ന് മുഹമ്മദ് നബി സുബ്ഹാനല്ലാഹ് 33 വട്ടം പഠിപ്പിച്ചു. ഞങ്ങളത് 34 ആക്കിയിട്ടില്ല, 38 ആക്കിയിട്ടില്ല, 32 ആക്കിയിട്ടില്ല. ഇല്ല. നബി ഒരു ദിക്ർ പഠിപ്പിച്ചു, ചെല്ലേണ്ട സമയവും സന്ദർഭമൊക്കെ പഠിപ്പിച്ചു. അത് ഞങ്ങൾ ഇന്ന് വരെ തെറ്റിച്ചിട്ടില്ല. ഇല്ല. മയ്യത്ത് നിസ്കരിക്കുമ്പോ 4 തക്ബീർ ചെല്ലണം, ഞങ്ങൾ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. ഇല്ല. റസൂൽ എന്ത് പഠിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ തെളിവ്? തെളിവ് പ്രമാണങ്ങൾ കൃത്യമായി മുജാഹിദുകൾ ചെയ്യുന്നതിലുണ്ട്. ഇനി നമുക്ക് പരിശോധിക്കാം. ഇസ്ലാമിലെ അഭിപ്രായ ഭിന്നത ഉണ്ടാവില്ലേ? മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവാം. ഉണ്ടായ എന്ത് വേണം? ഉണ്ടായാൽ എന്ത് വേണം? അതായത് ഒരു നാട്ടില് നബി ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 എന്ന് വിചാരിക്കുക. അല്ല എന്നുള്ളതാണ് സത്യം. അത് വേറെ വിഷയം, നമുക്ക് പറയാം. റബീഉൽ അവ്വൽ 12 ആണോ അല്ലേ 8 ആണോ? മുജാഹിദുകൾ എന്ത് പറയുന്നു, സുന്നി എന്ത് പറയുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. ദീനിൽ ഒരു കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി. ഈ ഭിന്നത ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മുഖാമുഖം നടത്തിക്കൊള്ളിന്നൊന്നല്ല കേട്ടോ അള്ളാഹ് പറഞ്ഞു കേട്ടോ. അതൊക്കെ നമുക്ക് ഇന്ന് നടത്തേണ്ടി വന്നുകൊണ്ടാണ്. നിങ്ങൾ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കിക്കൊള്ളിന്നാണ്. ഖുർആൻ ഉണ്ടോന്ന് ആദ്യം നോക്കുക. ഒരു കാര്യം, നബിദിനം ഖുർആനിലുണ്ടോ? ചെറിയ പെരുന്നാളിനെ പറ്റി ഖുർആനിൽ പരാമർശമുണ്ടോ? ഉണ്ട്. ബലി പെരുന്നാളിനെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ടോ? ഉണ്ട്. ജുമഅ നിസ്കാരത്തെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ടോ? ഉണ്ട്. ഒരു അധ്യായം തന്നെ ഉണ്ട്. നബിദിനത്തെ കുറിച്ച് ഖുർആനിൽ പരാമർശം ഉണ്ടോന്ന് നോക്കി. ഇല്ലാന്ന് ഞങ്ങൾ പറയും.
ഒറ്റ പരാമർശമില്ല നിങ്ങൾ പറയും. പറയുക മാത്രല്ല, ഇവിടെ തെളിയിക്കാൻ പോവുകയാണ്. സുന്നികളെ കൊണ്ട്, സുന്നി പണ്ഡിതന്മാർ പറയുന്നത് കൊണ്ട്, ഞങ്ങളെ കൊണ്ടല്ല. ഞങ്ങളതൊന്നും ഞങ്ങളൊന്നും എടുക്കില്ല. നിങ്ങളത് എന്നിട്ട് നിങ്ങളോട് പറയാം, നിങ്ങൾ പറയുന്ന അനുസരിച്ചെങ്കിലും നിങ്ങൾ ജീവിക്കുകയും. ആ ഒരു വല്ലാത്തൊരു പുതുമുള്ള കാര്യമല്ലേ? മുജാഹിദുകളുടെ കിതാബ് ഉദ്ധരിച്ചിട്ട് മുജാഹിദിൽ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു പറഞ്ഞാൽ അത് ഞങ്ങൾ മുഖവിലക്ക് എടുക്കണല്ലോ. അങ്ങനെ മുഖവിലക്ക് എടുക്കുന്ന ഒരു വാദം, ഒരു കാര്യം എന്താ? ഞാൻ സുന്നി പരിഭാഷ എന്ന് വായിക്കാം. തെളിവ്